ഹായ് എവരി വൺ, ബിയോണ്ട് ദ പ്ലേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ടാക്കി തന്നിരുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം ആയിട്ടാണ്. പിടിപ്പായസമാണ് ഉണ്ടാക്കുന്നത്. ഇത് പല സ്ഥലത്തും പല പേരിലാണ് അറിയപ്പെടുന്നത്. നല്ല ടേസ്റ്റുള്ളൊരു സാധനമാണ്. ശർക്കരയും തേങ്ങാപ്പാലും ഒക്കെ ചേർന്നതുകൊണ്ടൊരു പായസത്തിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് വരും. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പിടി ഉണ്ടാക്കിയെടുക്കണം. ഞാനിവിടെ 1 ഗ്ലാസ് പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ വെള്ളം തിളച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഈ പൊടി ഒന്ന് വാട്ടിയെടുത്തിട്ട് ഈ പൊടി നല്ലോണം കുഴച്ചെടുക്കണം. നമ്മൾ പത്തിരിക്കൊക്കെ പൊടി വാട്ടി കുഴക്കുന്ന പോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. ഇപ്പം ഞാൻ പൊടിയൊക്കെ വാട്ടി കുഴച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ചെറിയ പിടികൾ ഉണ്ടാക്കിയെടുക്കണം. ഇതുപോലെ കുറച്ച് മാവ് പിച്ചിയെടുത്തിട്ട് പിന്നെ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടി കൊടുക്കുക. എന്നിട്ട് കൈൻ്റെ ഒരു സൈഡിൽ വെച്ചിട്ട് ചെറുതായിട്ട് അതിൽ നിന്ന് നുള്ളിയെടുത്തിട്ട് ഒരു വിരൽ വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ചെറിയ പിടികളായിട്ട് കിട്ടും. ഞാനിങ്ങനെ ഉരുട്ടി തന്നെയാണ് എടുക്കുന്നത്. ചിലർ അതൊന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കും. ഒരു മുല്ലപ്പൂമുട്ടിൻ്റെ വലിപ്പത്തിനൊക്കെ എടുത്താൽ മതി, ഒരുപാട് വലിപ്പമാകരുത്. അപ്പോൾ ഈ പൊടിയെല്ലാം വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. കുറച്ച് ടൈം പിടിക്കുക ഈ ഒരു പരിപാടിക്ക് മാത്രമാണ്. ബാക്കിയൊക്കെ നമുക്ക് പെട്ടെന്നാവും. കയ്യിലൊരു കുറച്ച് എണ്ണ തേച്ച് കൊടുത്താൽ ഒട്ടിപ്പിടിക്കൂല. ഇപ്പോൾ നമ്മൾ പിടിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇഡ്ഡലി ചെമ്പിൽ ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് അതിൽ വെച്ചിട്ടാണ് ഈ പിടി വേവിച്ചെടുക്കുന്നത്. ചെറിയ പിടികളാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും ചെയ്യും. ഇപ്പോൾ നമ്മുടെ പിടിയൊക്കെ നല്ലോണം ആവി കയറിയിട്ട് വെന്തിട്ടുണ്ട്. പരസ്പരം ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. ഞാനിവിടെ 1.5 തേങ്ങൻ്റെ പാലാണ് എടുത്തിട്ടുള്ളത്. 2ാം പാലും 3ാം പാലുമാണ് ഞാനിപ്പോൾ ഈ പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് ചൂടാക്കി എടുക്കണം. ഇത് സ്റ്റീലിൻ്റെ പാത്രം ആയതുകൊണ്ടാണ് ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നത് കേട്ടോ. തേങ്ങാപ്പാലല്ലേ, ചിലപ്പോൾ അടിയിലൊന്ന് ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഈ പാലൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കണം. തേങ്ങാപ്പാൽ 1ാം പാല് നമുക്കവിടെ മാറ്റി വെക്കണം കേട്ടോ തേങ്ങൻ്റെ. ഇപ്പോൾ നമ്മുടെ തേങ്ങാപ്പാലൊക്കെ ചൂടായി തിളക്കാറായിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ 1 കപ്പ് പയറുണ്ടല്ലോ, മൺപയർ എന്ന് പറയുന്ന ആ പയർ വേവിച്ചതാണ്. കുറച്ച് ഉപ്പ് ചേർത്തിട്ട് വേവിച്ച് വെച്ചതായിരുന്നു കുക്കറിൽ. അപ്പോൾ ആ പയർ ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പയറും തേങ്ങാപ്പാലും കൂടെ നല്ലൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ പയറും തേങ്ങാപ്പാലൊക്കെ നല്ല തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പിടി ഇട്ട് കൊടുക്കാണ്ട്. അപ്പോൾ ആ പിടി കൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കട്ടെ. പിടി ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ലോണം പൊടി കുഴക്കും വേണം. അതേപോലെ ആവിക്ക് വേവിച്ചെടുക്കുമ്പോൾ നല്ലോണം വേവും വേണം. ഇല്ലെങ്കിൽ നമ്മൾ ഇതിലിട്ട് ഇങ്ങനെ ഇളക്കുന്ന സമയത്ത് ആ പിടിയൊക്കെ പൊട്ടിപ്പോവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി ആ പിടിയും ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് തിളക്കട്ടെ. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി, കൂടുതലൊന്നും ചേർക്കണ്ട. നമ്മൾ ശർക്കര ഉരുക്കി വയ്ക്കുന്നുണ്ടല്ലോ, അതിലും ചെറുതായിട്ടൊരു ഉപ്പ് ടേസ്റ്റൊക്കെ ഉണ്ടാവും. ഞാനിപ്പോൾ ഇവിടെ ഒരു 300 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അത് ഉരുക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ശർക്കര എടുക്കുമ്പോഴും അതേപോലെ തന്നെ തേങ്ങാപ്പാൽ എടുക്കുമ്പോഴൊക്കെ വെള്ളം കൂടാതെ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ നല്ല എന്താ പറയുക, ലൂസായി പോകും. ചെറുതായിട്ടൊരു തിക്നെസ്സിൽ വേണം അത് ഉണ്ടാവാൻ. ഇനി അങ്ങനെ നല്ലോണം ലൂസായി പോവുകയാണെങ്കിൽ 1 സ്പൂണ് അരിപ്പൊടി എടുത്തിട്ട് കലക്കിയിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് വന്നോളും. ഞാനിപ്പോൾ എടുത്തത് കറക്റ്റ് തിക്നെസ്സാണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ അതൊക്കെ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1ാം പാൽ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടില്ല. ഈ 1ാം പാൽ ഒഴിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് തിളപ്പിക്കരുത് കേട്ടോ. അപ്പോൾ ആ പാല് പിരിയും. ഇനി ഇതൊന്ന് ചൂട് കയറിയാൽ നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം. നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ.
എല്ലാം കൂടെ നല്ല മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പം ഞാൻ ഗ്യാസൊക്കെ ഓഫാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ പഴം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 3-4 പഴമാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ 4ആക്കിയിട്ടോ ഇല്ലെങ്കിൽ 2ആക്കിയിട്ടോ ഒക്കെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. നമ്മുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി, കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഇനി ആ പഴം നമുക്ക് ഈ പാത്രത്തിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പഴം ഇട്ട് കഴിഞ്ഞാൽ വേവിക്കരുത് കേട്ടോ. അതാണ് ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാനൊരു കാര്യം കൂടെ വിട്ടുപോയി. ഗ്യാസ് ഓഫാക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഞാൻ കുറച്ച് ഏലക്കായൻ്റെ പൊടി കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു 1/2 ടീസ്പൂണ്. അത് കാണിക്കാൻ വിട്ട്. ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഈ പിടിപ്പായസം പാകത്തെ തിക്നെസ്സാണ് ആയിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് വറുത്തിട്ട് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടീസ്പൂണ് നെയ്യാണ് എടുത്തിട്ടുള്ളത്. നെയ്യ് നമുക്ക് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ എടുക്കാം, അതല്ല ഇതിലും കുറച്ച് വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം കേട്ടോ. ഞാനിവിടെ 1 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. നെയ്യൊന്ന് മെൽറ്റായി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇതിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കാം. ഇപ്പം നെയ്യൊക്കെ നല്ലോണം മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് വറുത്ത് കോരി എടുക്കണം. ആദ്യം തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. ചൂടായ നെയ്യിലേക്ക് തേങ്ങാക്കൊത്തൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1 മുറി തേങ്ങൻ്റെ പകുതി എടുത്തിട്ടാണ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ചിലർക്ക് തേങ്ങാക്കൊത്ത് ഇടുന്നത് ഇഷ്ടം ഉണ്ടാവില്ല, അത് സ്കിപ്പ് ചെയ്യുക വേണ്ടെങ്കിൽ. പക്ഷെ അത് ഇങ്ങനെ നെയ്യിൽ വറുത്തെടുത്തിട്ട് അതിങ്ങനെ ഇടയ്ക്ക് കടിക്കാനൊരു ടേസ്റ്റാണ്. അപ്പോൾ ഈ തേങ്ങാക്കൊത്തൊക്കെ ഏകദേശം ഒരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് അണ്ടിപ്പരിപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുന്തിരി കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടെ ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇപ്പം നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. നമുക്കിത് നമ്മുടെ പിടിപ്പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മളെ നല്ല ഹെൽത്തിയും പ്രോട്ടീനൊക്കെ അടങ്ങിയിട്ടുള്ള നമ്മളെ പിടിപ്പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക, നല്ല ഇഷ്ടമാവും മക്കൾക്ക്. പ്രത്യേകിച്ച് ഇതിലുള്ള റൈസ് കേക്കൊക്കെ കടിക്കാൻ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളി ടേസ്റ്റാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.